Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit. And now today's Indian history class we are going to discuss about Gandhiji in the important personalities. നമ്മുടെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് എന്ന ഹിസ്റ്ററി സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഗാന്ധിജിയെ പറ്റിയിട്ടാണ്. ഗാന്ധിജി ഓർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, popularly known as Father of the Nation, ഗാന്ധിജി മഹാത്മാ. ഗാന്ധിജി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോപ്പുലറായി അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ദി നേഷൻ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ്, ഗാന്ധിജി മഹാത്മാ. രാഷ്ട്രപിതാവ്, ഗാന്ധിജി മഹാത്മാ എന്നീ പേരുകളിലൊക്കെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോപ്പുലർ ആവുന്നത്. He was born on 1869 October 2nd in പോർബന്ദർ, രാജ്കോട്ട്, ഗുജറാത്ത്. ഗാന്ധിജിയുടെ ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ രാജ്കോട്ടിനടുത്തുള്ള പോർബന്ദറിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ രാജ്കോട്ടിനടുത്തുള്ള പോർബന്ദറിലായിരുന്നു. His father was കരംചന്ദ് ഗാന്ധി and mother പുത്ലി ഭായ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലി ഭായ്. In 1883 he married to കസ്തൂർബ. 1883 അദ്ദേഹം കസ്തൂർബയെ വിവാഹം കഴിച്ചു. അപ്പോൾ കസ്തൂർബ ഗാന്ധിജിയുടെ പത്നിയായ വർഷമാണ് 1883. In 1889 he went to England to study law. 1889 നിയമം പഠിക്കുന്നതിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഗാന്ധിജി നിയമം പഠിക്കുന്നതിനായി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷമാണ് 1889. In 1891 he returned to India and started the practice of law in Bombay and Rajkot. 1891 പഠനം പൂർത്തിയാക്കിയെത്തിയ അദ്ദേഹം ബോംബെയിലും രാജ്കോട്ടിലുമായിട്ട് തന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചു. ഗാന്ധിജി 1891 നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി തന്റെ അഭിഭാഷക വൃത്തി ബോംബെയിലും രാജ്കോട്ടിലുമായിട്ട് ആരംഭിച്ചു. In 1893 ഗാന്ധിജി went to South Africa for practicing law for a firm ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. 1893 ഗാന്ധിജി പ്രാക്ടീസ് തുടരുന്നതിന് വേണ്ടിയിട്ടും ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്നൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് കേസ് നടത്തുന്നതിനായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. 1893 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിനും ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്നൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് കേസ് നടത്തുന്നതിനുമായിട്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി 1893. In 1893 he was humiliated and ousted from a train at Pietermaritzburg station. 1893 സൗത്ത് ആഫ്രിക്കയിൽ ട്രെയിനിൽ യാത്ര ചെയ്യവേ ഗാന്ധിജിയോട് വെള്ളക്കാർ അപമര്യാദയായി പെരുമാറുകയും ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്ത സ്റ്റേഷനാണ് പീറ്റ്മാരിറ്റ്സ്ബർഗ് സ്റ്റേഷൻ. സൗത്ത് ആഫ്രിക്കയിൽ ട്രെയിനിൽ യാത്ര ചെയ്യവേ വെള്ളക്കാർ ഗാന്ധിജിയെ അപമാനിക്കുകയും ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് പീറ്റർമാരിറ്റ്സ്ബർഗ് സ്റ്റേഷൻ. In 1894 he formed Natal Indian Congress. 1894 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. 1894 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. In 1901 he first attended an INC session in Calcutta. 1901 അദ്ദേഹം ആദ്യമായിട്ട് INCയുടെ ഒരു സെഷനിൽ പങ്കെടുത്തു. 1901 കൽക്കട്ട സെഷൻ. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സെഷനാണ് INCയുടെ 1901 കൽക്കട്ട സെഷൻ. In 1904 he established
എ വീക്കിലി ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരികയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കയിലാണ് ആരംഭിച്ചത്. വർഷം 1904. In 1904, Gandhiji started Phoenix Settlement in Durban. 1904 സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ അദ്ദേഹം ഫീനിക്സ് സെറ്റിൽമെന്റ് തുടങ്ങി. ഗാന്ധിജി ഫീനിക്സ് സെറ്റിൽമെന്റ് തുടങ്ങിയ വർഷം 1904. ഫീനിക്സ് സെറ്റിൽമെന്റ് സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. In 1906, his first satyagraha in South Africa. 1906 അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹം നടത്തിയത് 1906 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്. In 1908, his first imprisonment in South Africa. 1908 സമരം ചെയ്തതിന് അദ്ദേഹത്തെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതും സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായി അറസ്റ്റ് വരിക്കുന്നത് 1908 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. In 1909, he completed his work ഹിന്ദു സ്വരാജ്. 1909 ഗാന്ധിജി തന്റെ ഹിന്ദു സ്വരാജ് എന്ന കൃതി പൂർത്തിയാക്കി. 1909 ഗാന്ധിജി തന്റെ ഹിന്ദു സ്വരാജ് എന്ന കൃതി പൂർത്തിയാക്കി. In 1910, Gandhiji established Tolstoy Farm in Johannesburg. 1910 ഗാന്ധിജി ജോഹന്നാസ്ബർഗില് ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചു. ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം 1910 ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ചു. In 1915, he returned to India. And he returned to India in 1915, January 9, and for the remembrance of that day, the country observed January 9 as the Pravasi Bharatiya Divas. 1915 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾ മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം തിരിച്ചെത്തിയ ദിവസമാണ് 1915 ജാനുവരി 9. 1915 ജാനുവരി 9 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരികെ എത്തി. അതുകൊണ്ട് ജാനുവരി 9 രാജ്യം പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നു. അപ്പോൾ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസം 1915 ജനുവരി 9. അതുകൊണ്ട് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 ആചരിക്കുന്നു. In 1915, he was awarded the Kaiser-i-Hind by the Lord Hardinge. 1915 ഗാന്ധിജിക്ക് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് പ്രഭുവിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കുന്നു. അപ്പോൾ ഗാന്ധിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷമാണ് 1915. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് പ്രഭുവിൽ നിന്നാണ് അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് ലഭിക്കുന്നത്. In 1917, Gandhiji's first satyagraha in Champaran for indigo farmers. 1917 ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്നു. ചമ്പാരനിലെ നീലം കർഷകർക്കായിട്ട് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം വർഷം 1917. അപ്പോ ഇന്ത്യയില് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ചമ്പാരനില് നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ്. In 1917, he found the Sabarmati Ashram. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷവുമാണ് 1917. 1917 ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചു. In 1918, he led the Ahmedabad Mill Strike. This was his second satyagraha and first fast satyagraha in India.
1918 അദ്ദേഹം അഹമ്മദാബാദ് മിൽ സമരത്തിൽ പങ്കെടുത്തു. അഹമ്മദാബാദ് മിൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. ഇത് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹവും ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവുമായിരുന്നു. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹവും ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവുമായിരുന്നു 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. വർഷം 1918. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹവും ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹവും ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവും. In 1980, he led the Kheda Satyagraha along with Sardar Patel. 1918 സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി 1918 സർദാർ പട്ടേലിനൊപ്പം ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. In 1920, he returned the Kaisari Hind as a protest to Jallianwala Bagh massacre. 1920 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി തിരികെ നൽകി. ഗാന്ധിജി 1915 ലഭിച്ച കൈസറി ഹിന്ദ് ബഹുമതി 1920 തിരികെ നൽകി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച്. In 1920, he became the editor of two weeklies, one in Gujarati, Navajivan, and another in English, Young India. 1919 അദ്ദേഹം രണ്ട് വീക്കിലികളുടെ എഡിറ്ററായി, രണ്ട് വാരികളുടെ എഡിറ്ററായി അദ്ദേഹം. ഗുജറാത്തിയിലുള്ള നവജീവൻ, ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന യങ് ഇന്ത്യ. ഇപ്പോൾ ഗാന്ധിജി യങ് ഇന്ത്യയുടെയും നവജീവന്റെയും എഡിറ്ററായ വർഷമാണ് 1919. 1919 ഗാന്ധിജി രണ്ട് വാരികളുടെ എഡിറ്ററായി. അതിൽ ഗുജറാത്തി ഭാഷയിലുള്ളതാണ് നവജീവൻ, ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ് യങ് ഇന്ത്യ. In 1920, he became the president of All India Home Rule League. 1920 ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായി. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായ വർഷമാണ് 1920. In 1920, he started the non-cooperation movement. 1920 അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് 1920. ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം വർഷം 1920. In 1922, he suspended the non-cooperation movement due to the Chauri Chaura incident in Uttar Pradesh. 1922 ഉത്തർപ്രദേശിലെ ചൌരി ചൌര സംഭവത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്നു. കാരണം ഉത്തർപ്രദേശിൽ നടന്ന ചൌരി ചൌര സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്. ഇപ്പോൾ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷമാണ് 1922. കാരണം ചൌരി ചൌര സംഭവം. In 1924, he became the INC president in the Belgaum session. 1924 ഗാന്ധിജി INCയുടെ ബെൽഗാം സെഷനിൽ പ്രസിഡന്റ് ആകുന്നു. ഗാന്ധിജി INC പ്രസിഡന്റായ ഒരേ ഒരു സന്ദർഭമാണ് 1924 ബെൽഗാം സെഷൻ. അപ്പൊ ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു INC സെഷനാണ് 1924 ബെൽഗാം സെഷൻ. In 1925, he formed the Charkha Sangh. 1925 ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് ചർക്ക സംഘ്. 1925 ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് ചർക്ക സംഘ്. In 1927, his autobiography published in Navajivan in Gujarati language. 1927 ഗാന്ധിജിയുടെ ആത്മകഥ നവജീവൻ മാസികയിലെ ഗുജറാത്തി ഭാഷയിൽ അച്ചടിച്ചു വരുന്നു. 1927 ഗാന്ധിജിയുടെ ആത്മകഥയായ
സത്യാന പ്രയോഗ അത് ഗുജറാത്തി ഭാഷയിൽ നവജീവൻ മാസികയിൽ അച്ചടിച്ചു വരുന്നു. വർഷം 1927. In 1930, he started the Salt Satyagraha and the Civil Disobedience Movement. 1930 ഉപ്പു സത്യാഗ്രഹത്തിനും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി. ഇപ്പോ ഉപ്പു സത്യാഗ്രഹവും സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും വർഷം 1930 നേതൃത്വം നൽകിയത് ഗാന്ധിജി. In 1931, Gandhi-Irwin Pact signed and Gandhi attended the second roundtable conference as the representative of INC. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. അതിൻ പ്രകാരം INCയുടെ പ്രതിനിധിയായിട്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അത് പ്രകാരം INCയുടെ പ്രതിനിധിയായിട്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. വർഷം 1931. In 1932, he started the All India Harijan Sangh. 1932 ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ഹരിജൻ സംഘ്. ഇപ്പൊ ഓൾ ഇന്ത്യ ഹരിജൻ സംഘ് ഗാന്ധിജി സ്ഥാപിച്ച വർഷമാണ് 1932. In 1933, he started the weekly Harijan. 1933 അദ്ദേഹം തുടങ്ങിയ വീക്കിലിയാണ് വാരികയാണ് ഹരിജൻ. അദ്ദേഹം ഹരിജൻ എന്ന വീക്കിലി തുടങ്ങിയ വർഷമാണ് 1933. In 1934, Gandhi resigned from INC. 1934 ഗാന്ധിജി INC ഉപേക്ഷിച്ചു. ഗാന്ധിജി INC ഉപേക്ഷിച്ച വർഷം 1934. In 1936, he found the Sevagram Ashram in Wardha, Maharashtra. 1936 ഗാന്ധിജി മഹാരാഷ്ട്രയിലെ വാർധയില് സേവാഗ്രാം ആശ്രമം ആരംഭിക്കുന്നു. 1936 ഗാന്ധിജി മഹാരാഷ്ട്രയിലെ വാർധയില് സേവാഗ്രാം ആശ്രമം സ്ഥാപിക്കുന്നു. In 1942, he led the Quit India movement. In 1942, he led the Quit India movement. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകി. In 1948, January 30, he was assassinated by Nathuram Godse at Birla House. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയാൽ ഡൽഹിയിലെ ബിർള ഹൌസിൽ വെച്ച് ഗാന്ധിജി വധിക്കപ്പെടുന്നു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയാൽ ബിർള ഹൌസിൽ വെച്ച് ഗാന്ധിജി വധിക്കപ്പെടുന്നു. His resting place is known as the രാജ്ഘട്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. His birth anniversary, October 2nd, celebrated the nation as Gandhi Jayanti. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 രാജ്യം ആഘോഷിക്കുന്നത് ഗാന്ധി ജയന്തിയായിട്ടാണ്. The United Nations Organization celebrated October 2nd as the International Day of Non-Violence. ഒക്ടോബർ 2 യുണൈറ്റഡ് നേഷൻസ് ആചരിക്കുന്നത് അന്തർദേശീയ അഹിംസാ ദിനമായിട്ടാണ്. ഒക്ടോബർ 2 രാജ്യം ആചരിക്കുന്നത് ഗാന്ധി ജയന്തിയായിട്ടാണ്. UNO ആചരിക്കുന്നത് അന്തർദേശീയ അഹിംസാ ദിനമായിട്ടാണ്. His death anniversary observed on January 30, the country observed as the Martyrs' Day. ഗാന്ധിജിയുടെ ചരമദിനമായ ജാനുവരി 30 രാജ്യം ആചരിക്കുന്നത് രക്തസാക്ഷിത്വ ദിനമായിട്ടാണ്. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നത് ഗാന്ധിജിയുടെ ഡെത്ത് ആനിവേഴ്സറി ആണ്.
അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത് ഗാന്ധിജി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, പോപ്പുലറായി അറിയപ്പെടുന്ന പേരുകള് ഫാദർ ഓഫ് ദ നേഷൻ, ഗാന്ധിജി, മഹാത്മാ. ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ രാജ്കോട്ടിലുള്ള പോർബന്ദറില്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിഭായ്. 1883 കസ്തൂർബയുമായി വിവാഹം. 1889 നിയമം പഠിക്കുന്നതിനായി ലണ്ടനിലേക്ക് പോകുന്നു. 1891 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ബോംബെയിലും രാജ്കോട്ടിലുമായിട്ട് അഭിഭാഷക വൃത്തി തുടരുന്നു. 93 ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്നൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് കേസ് നടത്തുന്നതിനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു. അന്ന് അദ്ദേഹത്തെ അപമാനിച്ച് ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ട സ്റ്റേഷനാണ് പിറ്റ്മാരിറ്റ്സ്ബർഗ് സ്റ്റേഷൻ. 1994 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചു. 1901 അദ്ദേഹം ഇന്ത്യയിലെത്തിയ അദ്ദേഹം INCയുടെ കാൽക്കട്ട സെഷനിൽ ആദ്യമായി പങ്കെടുക്കുന്നു. 1904 അദ്ദേഹം ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊരു വാരിക ആരംഭിക്കുന്നു. 1904 തന്നെ അദ്ദേഹം ഡർബാനിലെ ഫീനിക്സ് സെറ്റിൽമെന്റ് തുടങ്ങുന്നു. 1906 അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം സൗത്ത് ആഫ്രിക്ക. 1908 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജയിൽവാസം സൗത്ത് ആഫ്രിക്ക. 1909 ഹിന്ദു സ്വരാജ് എന്ന കൃതി പൂർത്തിയാക്കുന്നു. 1910 ജോഹന്നാസ്ബർഗിലെ ടോൾസ്റ്റോയി ഫാം രൂപീകരിക്കുന്നു. 1915 ജനുവരി 9 തിരിച്ച് ഇന്ത്യയിലെത്തുന്നു. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി രാജ്യം ആചരിക്കുന്നു. 1915 അദ്ദേഹത്തിന് കൈസറി ഹിന്ദ് ബഹുമതി ലഭിക്കുന്നത്. 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനിലെ നീലം കർഷകർക്കായിട്ട്. 1917 അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിക്കുന്നു. 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹം, ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 1918 സർദാർ പട്ടേലിനോടൊപ്പം കേദ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നു. 1919 അദ്ദേഹം 2 വീക്കിലികളുടെ എഡിറ്ററാകുന്നു. ഒന്ന് ഗുജറാത്തിയില് നവജീവൻ, മറ്റൊന്ന് ഇംഗ്ലീഷില് യങ് ഇന്ത്യ. 1920 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകുന്നു. 1920 ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആകുന്നു. 1920 തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിക്കുന്നു. 1922 ചൌരി ചൌര സംഭവത്തെ തുടർന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നു. 1924 INCയുടെ ബെൽഗാം സെഷനിൽ പ്രസിഡന്റ് ആകുന്നു. 1925 ചർക്ക സംഘ് രൂപീകരിക്കുന്നു. 1927 നവജീവനില് അദ്ദേഹത്തിന്റെ ആത്മകഥയായ സത്യാന പ്രയോഗ ഗുജറാത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. 1930 ഉപ്പു സത്യാഗ്രഹവും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും ആരംഭിക്കുന്നു. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നു. അതിന് പ്രകാരം INCയെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 1932 ഓൾ ഇന്ത്യ ഹരിജൻ സംഘ് സ്ഥാപിക്കുന്നു. 1933 അദ്ദേഹം സ്ഥാപിച്ച വീക്കിലിയാണ് ഹരിജൻ. 1934 INCയിൽ നിന്ന് പിൻവാങ്ങുന്നു. 1936 മഹാരാഷ്ട്രയിലെ വാർധയില് സേവാഗ്രം ആശ്രമം സ്ഥാപിക്കുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയാൽ ഡൽഹിയിലെ ബിർള ഹൌസിൽ വെച്ച് വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യം ആചരിക്കുന്നത് ഗാന്ധി ജയന്തിയായിട്ട്, UN ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്, അന്തർദേശീയ അഹിംസാ ദിനമായിട്ട്. അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി ആയിട്ടുള്ള ജനുവരി 30 രാജ്യം ആചരിക്കുന്നത് രക്തസാക്ഷിത്വ ദിനം അല്ലെങ്കിൽ മാർട്ടിയേഴ്സ് ഡേ ആയിട്ടാണ്. അത്രയാണ് ഗാന്ധിജി. Now look into some of the extra points related to Gandhiji. Who called Gandhiji half-naked fakir? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. Who called Gandhiji as Mahatma? Tagore.
ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഹൂ കോൾഡ് ഗാന്ധിജി ഫസ്റ്റ്ലി ആസ് ദ ഫാദർ ഓഫ് നേഷൻ? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ആദ്യമായി ഫാദർ ഓഫ് നേഷൻ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ആദ്യമായി ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഹിസ് പൊളിറ്റിക്കൽ ഗുരു വാസ് ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് സ്പിരിച്വൽ ഗുരു വാസ് ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ സ്പിരിച്വൽ ഗുരുവായിരുന്നു ലിയോ ടോൾസ്റ്റോയി. അപ്പോൾ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, സ്പിരിച്വൽ ഗുരു ലിയോ ടോൾസ്റ്റോയി. The political successor of Gandhiji was Nehru and the spiritual successor was Vinoba Bhave. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സക്സസർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ സ്പിരിച്വൽ സക്സസർ ആയിരുന്നു വിനോബ ഭാവെ. तो ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സക്സസർ നെഹ്റു, സ്പിരിച്വൽ സക്സസർ വിനോബ ഭാവെ. The book influenced Gandhiji. Unto This Laws, written by John Ruskin. ഗാന്ധിജി ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകമാണ് അൺടു ദിസ് ലാസ്, എഴുതിയത് ജോൺ റസ്കിൻ. ഗാന്ധിജി ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകമാണ് അൺടു ദിസ് ലാസ്, എഴുതിയത് ജോൺ റസ്കിൻ. The main lady disciples of Gandhiji were Meeraben and Manuben. The original name of Meeraben was Madeline Slade and the original name of Manuben was Mridula Gandhi. ഗാന്ധിജിയുടെ വനിതാ ശിഷ്യകളായിരുന്നു മീരാബെന്നും മനൂബെന്നും. ഗാന്ധിജിയുടെ വനിതാ ശിഷ്യകളായിരുന്നു മീരാബെൻ, മനൂബെൻ എന്നിവർ. മീരാബെന്നിന്റെ യഥാർത്ഥ പേര് മാഡലിൻ സ്ലേഡ് എന്നാണ്. മീരാബെന്നിന്റെ യഥാർത്ഥ പേര് മാഡലിൻ സ്ലേഡ്. മനൂബെന്നിന്റെ യഥാർത്ഥ പേര് മൃദുല ഗാന്ധി. മനൂബെന്നിന്റെ യഥാർത്ഥ പേര് മൃദുല ഗാന്ധി. His autobiography is My Experiments with Truth. Its original name was Satyana Prayoga in Gujarat. ഗാന്ധിജിയുടെ ആത്മകഥ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അത് യഥാർത്ഥത്തിൽ എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. അതിന്റെ പേര് സത്യാന പ്രയോഗ. ഇപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥയായ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് യഥാർത്ഥത്തിൽ എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. ഗുജറാത്തി ഭാഷയിൽ എഴുതിയ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് സത്യാന പ്രയോഗ. His personal assistant was Mahadev Desai, who translated his autobiography into English. After the death of Mahadev Desai, Pyarelal became his personal assistant. ഗാന്ധിജിയുടെ PA ആയിരുന്ന മഹാദേവ് ദേശായിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗാന്ധിജിയുടെ ആത്മകഥയായ സത്യാന പ്രയോഗ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിന്റെ PA ആയ മഹാദേവ് ദേശായിയാണ്. മഹാദേവ് ദേശായിയുടെ മരണശേഷം ഗാന്ധിജിയുടെ PA ആയിരുന്നു പ്യാരേലാൽ. പ്യാരേലാൽ മഹാദേവ് ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ PA ആയിരുന്നു പ്യാരേലാൽ. The author of Gandhi on Non-Violence was Thomas Merton. തോമസ് മെർട്ടൺ. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് തോമസ് മെർട്ടൺ. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് തോമസ് മെർട്ടൺ. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി വാസ് റിട്ടൺ ബൈ ലൂയിസ് ഫിഷർ. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ലൂയി ഫിഷർ ആണ്. ലൂയി ഫിഷർ എഴുതിയ പുസ്തകമാണ് ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. ഗ്രേറ്റ് സോൾ ഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വാസ് റിട്ടൺ ബൈ ജോസഫ് ലെയ്ൽവേഡ്.
ഗ്രേറ്റ് സോൾ ഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചത് ജോസഫ് ലെയിൽവെഡ് ആണ്. ഗ്രേറ്റ് സോൾ ഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് ജോസഫ് ലെയിൽവെഡ് ആണ്. The important books authored by Gandhiji were The Story of My Experiments with Truth, The Words of Gandhi, The Essentials of Gandhi, The Wit and Wisdom of Gandhi, The Book of Gandhi's Wisdom, The Bhagavad Gita According to Gandhi. ഗാന്ധിജി എഴുതിയ പ്രശസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, അദ്ദേഹത്തിന്റെ ആത്മകഥ, ദ വേർഡ്സ് ഓഫ് ഗാന്ധി, ദ എസെൻഷ്യൽസ് ഓഫ് ഗാന്ധി, ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി, ദ ബുക്ക് ഓഫ് ഗാന്ധി വിസ്ഡം, ദ ഭഗവത്ഗീത അക്കോർഡിംഗ് ടു ഗാന്ധി. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ദ വേർഡ്സ് ഓഫ് ഗാന്ധി, ദ എസെൻഷ്യൽ ഗാന്ധി, ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി, ദ ബുക്ക് ഓഫ് ഗാന്ധി വിസ്ഡം, ഭഗവത്ഗീത അക്കോർഡിംഗ് ടു ഗാന്ധി. ഇത്രയാണ് ഗാന്ധിജി എഴുതിയിരുന്ന പുസ്തകങ്ങള്. അപ്പോ ഗാന്ധിജിയെ അർത്ഥജ്ഞനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യൻ നെഹ്റു, ആത്മീയ ശിഷ്യൻ വിനോബ ഭാവെ. ഇനി ഗാന്ധിജി ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകമാണ് അൺടു ദിസ് ലാസ്റ്റ്, എഴുതിയത് ജോൺ റസ്കിനാണ്. ഇനി ഗാന്ധിജിയുടെ വനിതാ ശിഷ്യകളായിരുന്നു മീരാബെന്നും മനൂബെന്നും. മീരാബെന്റെ യഥാർത്ഥ പേരാണ് മാഡലിൻ സ്ലേഡ്, മനൂബെന്റെ യഥാർത്ഥ പേരാണ് മൃദുല ഗാന്ധി. അദ്ദേഹത്തിന്റെ ആത്മകഥ മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് അത് യഥാർത്ഥത്തിൽ എഴുതിയത് ഗുജറാത്തി ഭാഷയിൽ സത്യാന പ്രയോഗ എന്നാണ്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിന്റെ PA ആയിരുന്ന മഹാദേവ് ദേശായി ആണ്. മഹാദേവ് ദേശായിക്ക് ശേഷം ഗാന്ധിയുടെ PA ആയിരുന്നു പ്യാരേലാൽ. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന പുസ്തകം എഴുതിയത് തോമസ് മർട്ടൺ. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എഴുതിയത് ലൂയി ഫിഷർ. ഗ്രേറ്റ് സോൾ ഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് ജോസഫ് ലെയിൽവെഡ്. ഇനി ഗാന്ധിജി എഴുതിയ പ്രശസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളാണ് സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ദ വേർഡ്സ് ഓഫ് ഗാന്ധി, ദ എസെൻഷ്യൽ ഗാന്ധി, ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി, ദ ബുക്ക് ഓഫ് ഗാന്ധി വിസ്ഡം, ദ ഭഗവത്ഗീത അക്കോർഡിംഗ് ടു ഗാന്ധി. അപ്പൊ അത്രയാണ് ഗാന്ധിജിയെ പറ്റി ഓർത്തു വെക്കുന്ന പോയിന്റ്. Now we can move into some of the important other Gandhis, pseudonames start with Gandhi. നമുക്ക് അടുത്തത് ചില ഗാന്ധി അപരന്മാരെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഗാന്ധിജിയെ പറ്റിയുള്ള ടോപ്പിക് ആയതുകൊണ്ട് അപര ഗാന്ധിമാരെ പറ്റിയിട്ടാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ബീഹാർ ഗാന്ധി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. വേദാരണ്യം ഗാന്ധി സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. കേരള ഗാന്ധി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. മാഹി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. മാഹി ഗാന്ധി അല്ലെങ്കിൽ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് IK കുമാരൻ മാസ്റ്റർ. ഫ്രണ്ടിയർ ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അതിർത്തി ഗാന്ധി അല്ലെങ്കിൽ ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. മോഡേൺ ഗാന്ധി ബാബ ആംബെ. മോഡേൺ ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംബെ.
സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട. ബർമീസ് ഗാന്ധി ഓർ മ്യാൻമാർ ഗാന്ധി ഓങ് സാൻ സൂക്കി. ബർമീസ് ഗാന്ധി അല്ലെങ്കിൽ മ്യാൻമാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓങ് സാൻ സൂക്കി. ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോ. ഇന്തോനേഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് അഹമ്മദ് സുക്കാർണോ. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തെ. കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോമോ കെനിയാത്തെ. ജപ്പാൻ ഗാന്ധി കഗാവ. ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കഗാവ. ഘാന ഗാന്ധി ക്വാമി എൻക്രൂമ. ഘാന ഗാന്ധി എന്നറിയപ്പെടുന്നത് ക്വാമി എൻക്രൂമ. ജർമ്മൻ ഗാന്ധി ജെറാഡ് ഫിഷർ. ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെറാഡ് ഫിഷർ. ബൊളീവിയൻ ഗാന്ധി ഓർ ദ ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി അല്ലെങ്കിൽ ബൊളീവിയൻ ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവർ. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര. ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര. ബാൽക്കൻ ഗാന്ധി ഓർ ദ കൊസാവോ ഗാന്ധി ഇബ്രാഹിം റുഗേവ. ബാൽക്കൻ ഗാന്ധി ഓർ ദ കൊസാവോ ഗാന്ധി ഇബ്രാഹിം റുഗേവ. ശ്രീലങ്കൻ ഗാന്ധി എ.ടി. അരിയരത്നെ. ശ്രീലങ്കൻ ഗാന്ധി എ.ടി. അരിയരത്നെ. അപ്പോ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ, ബർദോളി ഗാന്ധി സർദാർ പട്ടേൽ, വേദാരണ്യം ഗാന്ധി രാജഗോപാലാചാരി, കേരള ഗാന്ധി കെ കേളപ്പൻ, മാഹി ഗാന്ധി അല്ലെങ്കിൽ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ, ഫ്രണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ, മോഡേൺ ഗാന്ധി ബാബ ആംതെ, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല, ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട, ബർമീസ് ഗാന്ധി അല്ലെങ്കിൽ മ്യാൻമാർ ഗാന്ധി ഓങ് സാൻ സൂക്കി, ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോ, കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തെ, ജപ്പാൻ ഗാന്ധി കഗാവ, ഘാന ഗാന്ധി ക്വാമി എൻക്രൂമ, ജർമ്മൻ ഗാന്ധി ജെറാഡ് ഫിഷർ, ബൊളീവിയൻ ഗാന്ധി ഓർ ദ ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ, അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്, ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര, ബാൽക്കൻ ഗാന്ധി അല്ലെങ്കിൽ കൊസാവോ ഗാന്ധി ഇബ്രാഹിം റുഗേബ, ശ്രീലങ്കൻ ഗാന്ധി എ.ടി. അരിയരത്നെ. So friends, that's all about some of the important points related to Gandhiji. In the next class, we will discuss some another topic. Thank you.